അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു ദൊഡ്ഡവണു, അല്ലാഹു ബടാ ഹേ, അല്ലാഹു വലിയവണു എന്ന് വിളിക്കുമ്പോൾ മോനെ മർഹബ മർഹബ, സ്വാഗതം സ്വാഗതം. നിസ്കാരത്തെ നനപ്പുള്ളവണു, നിസ്കാരത്തോട് ഇഷ്ടമുള്ളവണു ബാങ്ക് കേൾക്കലോട് കൂടെ എല്ലാ സ്വറനിപ്പാട്ടിട്ട് കച്ചവട നിപ്പാട്ടിട്ട് പള്ളിയിലേക്ക് വരൂലേ? ആ സ്വഭാവം നിങ്ങൾ കൊണ്ടാ? പിന്നെ നിസ്കരിക്കളോ, കച്ചവടം ഉണ്ടല്ലോ ഇവിടെ, ബാനിയ ജോറുണ്ടോ? സുബ്ഹാനല്ലാഹ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുന്യവിയായ വിഷയത്തിൽ നീ തുടങ്ങിപ്പോയെങ്കിൽ, കബഡി കബഡിയിട്ട് കളിച്ചെങ്കിൽ, ക്രിക്കറ്റ് മാച്ച് കളിച്ചെങ്കിൽ മോനെ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നീ കളി വിനോദത്തിൽ സുഖലായെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ജന്തു മരിക്കുമ്പോൾ നിനക്ക് ഈമാനില്ല. പടച്ചറപ്പ് കാക്കട്ടെ. ബാങ്ക് കൊടുക്കുമ്പോ മീറ്റിംഗ് വേണ്ട, ബാങ്ക് കൊടുക്കുമ്പോ കച്ചവട നിപ്പാട്ട്. ഉമ്മമാരെ ബീറ്റ് സൂപ്പ് മടിയിലുണ്ടെങ്കിലും എല്ലാം കയ്യില് പോയി ബാങ്ക് കൊടുക്കുമ്പോ എന്തേ ഏറ്റവും വലിയ നല്ല വിളി ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വിളി ഉണ്ടെങ്കിൽ അത് ബാങ്ക് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും നല്ലൊരു വിളി ബാങ്ക്. ആ ബാങ്കിന്റെ ബഹുമാനം നീ മനസ്സിലാക്കിയില്ലേ? ഒരു ബോധച്ചായവൻ, ഒരു അബർ തപ്പിര് ഒരാൾ, അവന് പോയിട്ട് താക്കോൽ കൊടുക്കടല്ല. കേട്ടുക, ഒരു അബർ തപ്പിര് ഒരാൾ അബർ തപ്പിട്ട് പൂണ്ട, അവന് പോയിട്ട് താക്കോൽ കൊടുക്കടല്ല. പിന്നെന്തിനാ വേണോ? അവന്റെ അടുക്കൽ പോയിട്ട് കാതുകൊരു ബാങ്ക് കൊടുക്കലോട് കൂടെ അവന്റെ ബോധം തെളിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. സഫർ പോകുമ്പോ മോനെ, ഹജ്ജിക്ക് പോകുമ്പോ, പുറത്ത് പോകുമ്പോ, നല്ല കച്ചവടത്തിന് പോകുമ്പോ ഔത്തുലുള്ള ബാങ്ക് കൊടുക്കണു. മാപ്പിള കച്ചവടത്ത് പുറത്തായിടാ, മാപ്പിള യാത്രയാക്കടേ നടപ്പുണ്ടല്ലേ, പൈസ വേഗം കടത്തിരോളെ പോയപാട് കടത്തിരോ. അങ്ങായിട്ടുള്ള അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്. പിന്നെ ബുർക്ക ഒന്നും ഓർഡർ ആക്കി പറ്റിയില്ല. കറാട്ടെ ബുർക്ക, തറാട്ടെ ബുർക്ക, അവസാനത്തെ ബുർക്ക എല്ലാം റെഡിയാക്കി പറ്റിയില്ല. അതിന്റെ പൈസ കടത്തിരോ. അങ്ങനെ യാത്ര ഒരു മാപ്പിള ഗൾഫ് യാത്ര പോകുമ്പോ, അല്ലെങ്കിൽ ഒരു ബോംബെക്ക് പോകുമ്പോ, ഗോവത്ത് പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ മാപ്പിള യാത്രയാക്കണേ എങ്ങനെ? ആ സമയത്ത് സൂറത്തുൽ കഹ്ഫിൽ അലം തര കൈഫ എന്ന സൂറത്തുൽ 7 വട്ട ഓതിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊന്നിട്ടോ മോനെ ഉമ്മമാരെ, നിന്റെ മാപ്പിള കാർഗ് പത്തലോട് കൂടെ കാർഗ് 19 പെറവ് നോക്കോ തീരാ. യാത്ര പോകുമ്പോ പെറവ് നോക്കണ്ട, ഔത്രയിലിയോട് കൂടെ പെഞ്ഞായി തുടങ്ങണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ ബാങ്ക് അവസാനം വരെ കൊടുത്തു പോയെങ്കിൽ അവൻ ജയിച്ചു പോയാ, മാപ്പിള ജയിച്ചു പോയാ, മാപ്പിളക്ക് ഒരു ഷർറുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അവൻ നല്ല ഖൈറായ നിലക്ക് കച്ചവടത്ത് പോയിട്ട് എത്ര നല്ല കച്ചവടത്തിൽ ലാഭം അല്ലാഹു കൊടുക്കൂടാ. പോകുമ്പത്തി ഓൾ കാത്തോട്ടുള്ള ഈ ബലാളർക്ക് എപ്പോ പോയിട്ടേ പോവാ. ഈ ബലാളർക്ക് ഒത്തിരി പോണ്ടേ പോണ്ട് കാത്തോട്ടേ ഉള്ള 4 പോണ്ടി അവർക്ക് പോണില്ലേ? നീ സുബ്ഹാന ജല്ല ജലാലു. ഇന്ന മാപ്പിള പെഞ്ഞായിട്ടുള്ള ബന്ധയിലെ മാപ്പിള ശൈത്താന്, പെഞ്ഞായി പിശാചി. മാപ്പിള ശൈത്താന്, പെഞ്ഞായി പിശാചി. മാപ്പിള പെഞ്ഞായിട്ടുള്ള ഒരു മുഹബത്തില്ല, സ്നേഹമില്ല, പിരിസയില്ല. കുടുംബം എങ്ങനെയുള്ള മൂത്തോന്റെ കണ്ടെങ്കാവില്ല, ഇളവന്റെ കണ്ടെങ്കാവില്ല, അപ്പടെ കണ്ടെങ്കാവില്ല, കുഞ്ഞാപ്പടെ കണ്ടെങ്കാവില്ല. ഊണ് ബെല്ല ഡബലാജി എന്താ മൂച്ചി കുഞ്ഞാപ്പടെ ഇളവന്റെ മൂത്തോണ്ടൊട്ട് പിരിച്ച വെക്കാണ്ട്, അപ്പടൊട്ട് പിരിച്ച വെക്കാണ്ട്, ഉമ്മടൊട്ട് പിരിച്ച വെക്കാണ്ട് മക്കളെ ദൂരത്താക്കി ഡബലാജി. നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കല, നിന്റെ ഉംറ അല്ലാഹു സ്വീകരിക്കല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിരല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുക്ക് ഫൗറില്ല, അത് ചൊല്ലും പോലെ ചൊല്ലണം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലണുണ്ടെങ്കിൽ നിന്റെ മനസ്സ് അത്ര ക്ലീൻ വേണം. വജിലത്തു ഖുലൂബുഹും വസാദത്തുഹും ഈമാനാ. ഇദാ ദുഖിറല്ലാഹ്, ഒരു മുഅ്മിൻ
നിന്റെ മനസ്സിൽ അല്ലാ എന്ന് ചൊല്ലുമ്പോ അങ്ങനെ കൽബ് കിടുകിടേ പറക്കണോ, മനസ്സ് പേടിക്കണോ. അല്ലാ പത്ത് കിട്ടാൽ മാത്രം 10 കിട്ടാൻ ലൈക്ക് 12 അല്ലാ അല്ലാ ചൊല്ലുള്ളാണ്. ദിക്ർ അവിടെ ഉള്ളെന്തേ എത്ര കിണ്ടോൾ ഇറച്ചിലായിട്ട് 2 കിണ്ടോൾ ഇറച്ചി. ദിക്ർ 3 പോണെന്ന് ദിക്റില്ല. ഇപ്പൊ 100 പോണൊന്നുമില്ല. 100 പോണെന്ന് കുറഞ്ഞിട്ട് ഇപ്പൊ പോണൊന്നുമില്ല. 6 എത്തി, ഇപ്പൊ 3 എത്തി. പണ്ടല്ല 100 പോണെന്ന് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷഹീദി, അല്ലാഹു മഈ. ഇന്നുണ്ടാ ഉണ്ടാ കൂടെ 100 പോണെന്ന് ചൊല്ലാറ. ഉസ്താദ് ഉസ്താദ് കഴിഞ്ഞ വർഷം 3 ചെന്നിട്ട് മക്ക വറങ്ങിരാറ് ജണ്ടാക്കിയ മയ്യ ഉസ്താദിനെ കുറവല്ല. ആലിമിങ്ങ റെഡി, നിങ്ങ റെഡിയായെങ്കിൽ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ദിക്ർ യാരാ ഖുറു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്ർ ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സിൽ പേടി വേണം. ഇതാരെ പിരിക്കട്ടെ, സാധാരണ ആളല്ല. നക്ക് ചോറ് തന്റെ റബ്ബ്, തന്റെ ശക്തി തന്റെ റബ്ബ്, നക്ക് എല്ലാം തന്റെ റബ്ബല്ലേ. അല്ലാഹ് ചൊല്ലുമ്പോ റബ്ബിനോട്ടുള്ള പേടി വേണം, ഭയ വേണം. സുബ്ഹാനല്ലാഹ്. ആ ദിക്ർ ചൊല്ലുമ്പോ നല്ല മനസ്സ് ക്ലീൻ വേണോ. ഇവിടെ കണ്ടെങ്കാവില്ല, ഉമ്മടെ കണ്ടെങ്കാവില്ല, പിഞ്ഞായിര കണ്ടെങ്കാവില്ല, മക്കളെ കണ്ടെങ്കാവില്ല. അവന് ദുഷ്മണ്, ഓണ് ഉസ്മണ്. സുബ്ഹാനല്ലാഹ്. ഈ സൈസായി പോയെങ്കിൽ നിങ്ങളെ ദിക്ർ കൊണ്ടൊരു ഫലമില്ല, ഹജ്ജ് കൊണ്ട് ഫലമില്ല. പള്ളിയിൽ 24 ഗണ്ട വന്നിട്ട് പ്രയോജനമില്ല മോനെ. ഉണ്ട സുജൂദ് കുണ്ടിതകിൽവാജാക്കിട്ട് ഒരു പ്രയോജനമില്ല. നിന്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കണോ, നിന്റെ നോമ്പ് സ്വീകരിക്കണോ, നിന്റെ ദിക്ർ സ്വീകരിക്കണോ, നിന്റെ സ്വലാത്ത് സ്വീകരിക്കണോ. കുടുംബത്തെ പിരിസം വെക്കണോ, അപ്പടൊട്ടുക്ക് പിരിസം വേണോ, ഉമ്മടൊട്ടുക്ക് പിരിസം വേണോ, പെഞ്ഞായിരൊട്ടുക്ക് പിരിസം വേണോ, മക്കളൊട്ടുക്ക് പിരിസം വേണോ. മുഹമ്മദിനെ കാണുമ്പോ മുഖം തിരിക്കണ്ട, അബൂബക്കറിനെ കാണുമ്പോ മുഖം തിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്. അവൻ നല്ല കച്ചവടത്തിൽ ഉയർന്നു പോകുമ്പോ അസൂയ വെക്കണ്ട, നഞ്ചി വെക്കണ്ട. അവൻ നല്ലൊരു അവകെട്ടും പൗണ്ടിട്ട് നഞ്ചി വെക്കണ്ട. ഇത് മുസ്ലിംക്ക് യോജിച്ചതല്ല. ഇത് കാരണമായിട്ടിരിക്കൽ റബ്ബ് നമുക്ക് ഈ പരീക്ഷണം തന്നത്. അല്ലാഹ് ചൊന്നില്ലേ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പേടി തന്നിട്ട് നാ നിങ്ങളെ പരീക്ഷിക്കടേ. നിങ്ങളെ പേടിപ്പാട്ടേ മക്കളെ. ആ പേടിപ്പാട്ടുമ്പോ നിങ്ങ സമൂറോട് കൂടെ ക്ഷമയോട് കൂടെ സ്വീകരിച്ചിട്ട് റബ്ബിനോട്ട് നിങ്ങൾ മുട്ടായാറുണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങളെ സലാമത്താക്കണ. പിന്നെ അല്ലാഹ് ചൊല്ലേ, പശിപ്പ് തന്നിട്ട് വിശപ്പ് തന്നിട്ടുള്ള പരീക്ഷിക്കണ. ഇന്ത്യ എവിടെ എത്തിനുണ്ട് ചൊല്ലാവൂല. നേരത്തെ ഉസ്താദ് ചെന്നതുപോലെ ആർത്ഥിക പരിസ്ഥിതി എവിടെ എത്തിനുണ്ട് ചൊല്ലാവൂല. ഇണ്ട് കാരണമാണ് പേടിച്ചോണ്ടുള്ള. എന്തേ പെട്രോൾക്ക് വിലയാറായി പോയിട്ട്, ഡീസലിന് വിലയാറായി പോയിട്ട്. അല്ലാ കാറ് പുടണ വേണ്ടേ. അല്ലാ എവിടെ എത്തിപ്പോയിട്ട് ഞങ്ങളെ അവസ്ഥ. ഇണ്ട് ചോറും ചാറും എല്ലാം കഷ്ടപ്പാടായോണ്ട് റബ്ബേ. ആർത്ഥിക പരിസ്ഥിതി വളരെ പിന്നോട്ടുണ്ട്. കാരണം എന്താ ചെന്നതേ ഖുർആനില് വിശപ്പ് തന്നിട്ട് നാം പരീക്ഷിക്കട. നിങ്ങളെ സ്വത്ത് സമ്പത്തിനെ ചുരുക്കിട്ട് നഷ്ടപ്പെടുത്തിട്ട് നാം പരീക്ഷിക്കട മക്കളെ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ മുതലാളിമാർ ഇന്ത്യതാ ബേജാറുള്ളാർ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ മുതലാളിമാർ സാധാരണക്കാരല്ല. മീഡിയമുകാർ അവസ്ഥ വേറെ, പാവങ്ങളുടെ അവസ്ഥ വേറെ. പല നിലക്കുള്ള ബുദ്ധിമുട്ട് ഇതായിട്ടുണ്ട്. കാരണം റബ്ബിന്റെ പരീക്ഷണമാണ്. അല്ലാഹ് ചൊന്നതുപോലെ നബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. എല്ലാ
നാളതാ ചുരുക്കടേ നഷ്ടതണ്ട്. ഇതുപോലെ മഹാനായ നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി അയ്യൂബ് ഞങ്ങൾ സാധാരണ അയ്യൂബ് ഇവിടെ അയ്യൂബ് ബേജാറാക്കിയിരുന്നു. ഞങ്ങൾ അയ്യൂബ് എവിടെ ഉള്ള അവനക്ക് വാള് വേണ, അവന് ഉറുതി വേണ, അവന്റെ മനസ്സിൽ നന്നിട്ടുള്ള വാള് കൊണ്ടുള്ള കീസലുണ്ട്. അമിത് പൈസ വാള എത്ര വേണം യൂട്യൂബിലുണ്ട്. ഏതല്ല വേണം, ചിക്കൗലി എടുത്ത് വേണം, ഔലി അല്ലാത്തത് വേണം, വേറെ വേണം, എല്ലാം ഉണ്ട്. ഇപ്പ സുബ്ഹാനല്ലാഹ്, നീ എത്ര വാള് കീസൽ വെച്ച് നടന്നെങ്കും മോനെ ഇൽമുടെ മജ്ലിസ് വന്ന് ദയിക്കിടതൊരു ബഹുമാനം നിക്ക് പിടികൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു സ്വർഗ്ഗത്തെ മജ്ലിസായിട്ടിക്കണ മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗത്തെ മജ്ലിസായിട്ടിക്കണ ഇൽമുടെ മജ്ലിസ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബുൽപുട്ടുത്തു, യാ റസൂലല്ലാഹ് എന്തി അബൂബക്കർ സിദ്ദീഖ് തങ്ങ ബുൽപുട്ടെ ഗൊത്തുണ്ട. മദീനയിൽ ഒരു സ്വർഗ്ഗത്തെ മജ്ലിസ് ഉണ്ടു ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങ ബുൽപുട്ടുത്തു, യാ റസൂലല്ലാഹ് മദീനത്തിലുള്ള സ്വർഗ്ഗത്തെ മജ്ലിസ് മദീന തങ്ങു മാത്രല്ലേ, കഴിവുള്ള മാത്രല്ലേ, പാവപ്പെട്ടയുണ്ട് ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അങ്ങക്കും സ്വർഗ്ഗത്തെ ഒരു മജ്ലിസ് വേണ്ടേ? അപ്പായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിർ റിയാദിൽ ജന്ന. ഇൽമുടെ മജ്ലിസ് സ്വർഗ്ഗത്തിന്റെ മജ്ലിസ്. അല്ലാഹു ഈ കൂട്ടത്തിൽ ഈ മജ്ലിസ് ആക്കി തീർക്കട്ടെ. സ്വർഗ്ഗത്തെ മജ്ലിസ് ഇവിടെ ദ്വാരത്തിന് ഉത്തരവുണ്ട്. ഇവിടെ നിങ്ങൾ വന്നിട്ട് ദച്ചതക്ക് കാലമായിട്ട് അല്ലാഹു സ്വർഗ്ഗം തണ്ട, ആഫിയത്ത് തണ്ട, ആരോഗ്യം തണ്ട, പല കഷ്ടപ്പാടും അല്ലാഹു നീക്കി തണ്ട. കണ്ടില്ലേ ഉംറത്ത് പോയെങ്കിൽ നമ്മൊരു കലാട്ടയാക്കളുണ്ട്. എവിടെ? മദീനയിൽ ഒരു പക്കുണ്ട്, സ്വർഗ്ഗത്തെ പക്കല്ലേ. മബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സയ്യിദുനാ റസൂലുള്ളാഹി നന്റെ ഖബറിന്റെയും മിംബറിന്റെയും മധ്യത്തിലുള്ള സ്ഥലം, അതേ നടുവിലുള്ള പക്ക സ്വർഗ്ഗത്തെ മജ്ലിസ്. അവിടെ എത്തുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണണം, റസൂലുള്ളാഹിന്റെ മുഖം നിക്ക് നോക്കണം, കിനാവുൽ റസൂലുള്ളാഹിന്റെ കാണണം. എന്ത് വേണം മക്കളെ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ആയത്ത് ഒരാൾ നിസ്കരിച്ചതിന്റെ ശേഷം 3 വട്ടം ഓതിയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് നിങ്ങൾ പിടിയില്ലെങ്കിൽ ഉസ്താദോട്ട് എൽതുവാട്ടിയോളോ, ഒന്ന് കേട്ടോളോ. ധർമ്മത്തിൽ എൽതുവാട്ടണ്ട, ഉസ്താദ് എൽതുവാട്ടെ കാശും കൊടുക്കോളൂ. ഇത് ഉസ്താദ് ഉസ്താറാക്കി അങ്ങനെ എൽതുവാട്ടുമ്പോ ധർമ്മത്തിൽ എൽതുവാട്ട പാവ ബച്ചു. അതുകൊണ്ട് ബർക്കത്ത് കൊടുക്കൂലേ? മോളോത് ഓതിയും കൊടുക്കില്ലേ? കൊടുക്കില്ലേ? എവിടെ മങ്ങിലത്തെ അവിടെ കൊടുക്കില്ല, കൈമടക്കില്ലേ? മങ്ങിലത്തെ കടലാസ് 500 മൊയിലാറ് കൊടുക്കൽ 100. അള്ളാഹ് കൊടുക്കലെ കൊറടിയാക്കേണ്ട ശമ്പള കൊറടി ഉസ്താദ്. ഒരു 50,000 ശമ്പളം നിങ്ങൾ ദാവത്ത് ഫ്രീ, മോലോത് ഫ്രീ, മൊയ്തിമാല ഫ്രീ, മങ്ങില ഫ്രീ. 50,000 ശമ്പളം കൊടുക്കും. അതുകൊണ്ടാ നിങ്ങളെ മറ്റുള്ള വിഭാഗത്തിൽ പോയിട്ട് നോക്കൂ, ശമ്പളം യാറാ, മോലോതും ഇല്ല, യാസീനില്ല, എന്തും ഇല്ല. ഞങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തുള്ളത് കൊണ്ട് പണ്ടത്തെ നടപടി മൂലത് കൊടുക്കൂടെ? അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് കൊടുക്കും. അത് അള്ളാഹു പൊരുത്തപ്പെട്ടത്, അതൊരു നല്ല ഇജാദത്ത് കൊടുക്കണത്. നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണണ. ചൊല്ലറൂ ലഖദ് ജാഅക്കും, ചൊല്ലറൂ
ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അപ്പറേ ഉസ്താദിനോട് സമയം ദുആയിട്ട് പഠിക്കറോ. നാളെ റസൂലുള്ളാഹിന്റെ മുഖം കാണുക തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലുടെ മുഖം കാണണോ? ആ മദീനയുള്ള സ്വർഗ്ഗത്തെ പക്കം നിങ്ങൾ നോക്കണോ? മദീനത്തിൽ ഒരു പക്കൊണ്ട് സ്വർഗ്ഗത്തെ വക്കല്ലേ. കണ്ടാറാ പോകല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജയിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും ആശയില്ലേ? ആശയുള്ള കൈ ഉയർത്തും, നോക്കിയ കൈ ഉയർത്തും. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്താക്കട്ടെ. ഉസ്താദ്മാരെല്ലാം നോക്കിയ ഉംറത്ത് പോവാത്തെങ്കിൽ ഇപ്പൊ ഉംറത്ത് പോവാത്തെങ്ങ പണ്ടത്തെ പോലെയുള്ള ഉംറത്ത് പോവാത്തെങ്ങ അജ്മീർക്ക് പോവാത്തെങ്ങ സിയാറത്ത് എപ്പോഴും നോക്കിയാൽ സിയാറത്ത്. ഉമ്മ കടിച്ചോണം സിയാറത്ത്, പിന്നെ ചവിട്ടിയോണം സിയാറത്ത്, ജമാഅത്തെ കലക്കിയോണം സിയാറത്ത്. മുത്തുപേട്ട് ദാവൂദിലൊക്കെ നോക്കോണ്ട മുഖം ഉമ്മ കടിച്ചിട്ട് പോയിട്ടോ. മുത്തുപേട്ടക്കുള്ള അജ്മീർക്ക് പോയിട്ട് ഉമ്മ കടിച്ചിട്ട് ബാപ്പ കടിച്ചിട്ട് ഉമ്മാടെ ചവിട്ടിട്ട് മുത്തോന്റെ ദൂരത്താക്കിട്ട് മാട്ടാക്കിട്ട് സിഹറാക്കിട്ട് പോകണ്ട കള്ള അജ്മീർ ഷേഖ് മുഖം നോക്കുക. അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. പിന്നെ എവിടെയൊക്കെ നിങ്ങൾ നല്ല നിങ്ങളെ ബിസിയല്ലമ്മ, നിങ്ങളെ ബിസി നിങ്ങളെ ആക്കിയിട്ടില്ല എല്ലാവരും. ആക്കി കൈ വേർത്തു ആരും ആക്കിയിട്ടില്ല. അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. ആക്കി ജാഗ്രത ആക്കൂ. കാരണം അള്ളാന്റെ ദീൻ ഇത്. ആരുടെ ദീനല്ല? അള്ളാന്റെ ദീൻ. ദീനുൻ ഇലാഹിയും പടച്ച റബ്ബുടെ ദീൻ. അതിനെ പൂർണ്ണമാക്കി തന്നെ അതിനെ പ്രചാരാക്കി തന്നെ ആര്? ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ അവസാനായിട്ട് പൂർണ്ണമാക്കി തന്നല്ലോ. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇസ്ലാം ദീനിന്റെ തർഫിയായിട്ട് നല്ല പൊരുത്തപ്പെട്ടിട്ട് ഇസ്ലാം ദീൻ അച്ഛാ യദോ ധർമ്മസ്തദോ ഗുണ. എവിടെ മതമുണ്ടോ അവിടെ നന്മയുണ്ട്. എല്ലാവരും കണ്ടതുവേ. പക്ഷേ യഥാർത്ഥമായ മത, യഥാർത്ഥമായ ദീന്, ഞങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം. ശാന്തിയും സമത്വത്തിന്റെ മത, നീതിയുടെ മത. അവനെ അടിക്കണു, അവന്റെ കൊള്ളോട് ചൊല്ല മതല്ല. അവിടെ ഇട്ട് വെറുക്കണു, അവന്റെ അർക്കണു ചൊല്ല മതല്ല. പിന്നെന്താ ചൊല്ലേ? ഒരാള് ബടക്കത്തറാക്കുമ്പോ അവന് നീതിയായ നിലക്ക് അവനോട്ട് നല്ലത് കൊണ്ട് തടുക്കണോ. ഇസ്ലാം കള്ളു കുടിക്കണം, അവന്റെ വെറുക്കലല്ല, അവന്റെ വിരിക്കല്. മോനെ മോനെ കള്ളു കുടിക്കണ്ടല്ല മോനെ, നല്ല സ്വറള്ളത് ചന്തത്തില്. സാധാരണ ചെല്ലുണ്ട്. ഒരു സഹാബി ബഹുമാനപ്പെട്ട ഖുറൈം റളിയല്ലാഹു അൻഹു കഥ നാം സുമാറവട്ട ചെന്നിറങ്ങി. ബഹുമാനപ്പെട്ട ഖുറൈം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വിരിക്കും. യാ ഖുറൈം റളിയല്ലാഹു അൻഹു, യാ ഖുറൈം. ഞങ്ങളെ മക്കു എന്തല്ല പേര് കുറേ പേര് വെച്ച് നല്ല പേര് സ്വഹാബിന്റെ ഞങ്ങ ബൈക്കിലെ പേരെന്തിരെ ചൊന്നിട്ട കാര്യമില്ല. സമൂസ, ജല്ലികല്ല്, ബോഡറാസ് കല്ല്. സുബ്ഹാനല്ലാഹ്. പിന്നെ കുടുംബം നല്ല അവിടെ, മക്ക നല്ല അവിടെ. മക്കൾക്ക് പേര് വെക്കുമ്പോ നല്ല പേര് വെക്കോട്ട് അള്ളാന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ മങ്ങിലാമ്പത്ത് കുടുംബം നല്ല നല്ല പെണ്ണ് കെട്ടണോ. എങ്ങനത്തെ പെണ്ണ്? ചന്ത നോക്കണ്ട, കോളം നോക്കണ്ട, ബംഗാറ് നോക്കണ്ട, വെള്ളി നോക്കണ്ട, കുടുംബം നോക്കണം. എങ്ങനെ? യാറെ പെരുടെ വളർന്ന് നോക്കണം. കുടുംബം പെരത് യാറെ പേര് വളരണം. ഞങ്ങൾ നോക്കണെന്തിരെ ഒന്ന് പേരുമ്പത്തേ മൈഡി ഇന്നൊരു 5 വർഷം കഴിഞ്ഞിട്ട് പെത്തേ മയ്യോ. സുബ്ഹാനല്ലാഹ്. മക്ക യാറാക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. തനാഖു തനാസലു മങ്ങിലാവරු മക്ക ഉൽപാദനാക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തേ മക്ക യാറായിട്ട് കാണുമ്പോൾ നാണ് മഹ്ശറിൽ വെച്ചിട്ട് നക്ക് കിബുർ ബണ്ട് നക്ക് സന്തോഷാവുടു. എന്തേ നീ ഉബാഹി ബിക്കുമുൽ ഉമം. നന്റെ സമുദായ യാറ കാണുമ്പോൾ നക്ക് സന്തോഷമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. നങ്ക പെൺമക്കമേ പേരുമ്പത്ത് നങ്ങൾ ചനാക്കരെ പഠിച്ചവന ഇതിനെ ബാൽ വാട്ടർ എങ്ങനെ വാവാൻ നീനി വലിയ ബാൽ വാട്ടർ നീനല്ല ബാൽ വാട്ടർ റബ്ബ് തരാണ്ടിരിക്കും ബാൽ വാട്ടർ ആവണം. എത്ര എത്ര പാവത്തെ പെൺമക്ക 12 പോണഞ്ചു പെൺമക്ക മങ്ങിയായി പോയാറ്. അങ്ങനെ നീയത്ത് പോലെ പടച്ച റബ്ബ് നല്ല പുതിയാപ്പിലമാരെ കൊടുത്ത ഞങ്ങളെ നീയത്ത് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഒരു പോലെ ബാൽ വാട്ടർ കഷ്ടായി പോയിട്ട്
എവിടെയും പുതിയാപ്പുല കിട്ടില്ല റബ്ബേ. എന്തേ ഞങ്ങളെ നിയ്യത്താണ് അല്ലാഹ്, ഞങ്ങളെ നിയ്യത്ത് പോലെ റബ്ബ് തണ്ട. മങ്ങിലാമ്പത്ത് നിന്റെ നിയ്യത്ത് എന്തിനെ വേണു? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.